എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 19-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഴുവനായി കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സുഹൃത്തുക്കളിലേക്കൊക്കെ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഡോക്ടർ ഗംഗാധരൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. ക്യാൻസർ എന്ന് കേട്ട് ബേബി ഭയപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. അതിൻ്റെ 1-ാമത്തെ സ്റ്റേജിലോ മറ്റോ ആയിരുന്നെങ്കിൽ. ഇപ്പോൾ ബേബിയുടെ അപ്പച്ചൻ്റെ കാര്യത്തിൽ ക്യാൻസർ 4-ാമത്തെ സ്റ്റേജിൽ എത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചികിത്സ കൊണ്ട് യാതൊരു തരത്തിലും മാറ്റാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഡോക്ടർ അല്പസമയത്തേക്ക് പറയാൻ ബുദ്ധിമുട്ടുന്നതുപോലെ തോന്നി. എന്നാലും അല്പം വെള്ളം കുടിച്ച ശേഷം തുടർന്നു പറഞ്ഞു. ഇനിയിപ്പോൾ ആകെ ചെയ്യാൻ കഴിയുന്ന കാര്യം വേദന കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നത് മാത്രമാണ്. അതുപോലെ തന്നെ പരമാവധി സന്തോഷം കൊടുക്കാൻ ശ്രമിക്കുക. കാണാനുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുക. എൻ്റെ കണക്കുകൂട്ടലിൽ 6 മാസത്തിനപ്പുറം ആയുസ് കിട്ടാൻ സാധ്യതയില്ല. അത് ചിലപ്പോൾ കുറച്ച് കൂടുകയോ കുറച്ച് കുറയുകയോ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ആയുസിൻ്റെ ആൾ ഡോക്ടർ അല്ലല്ലോ, ദൈവം തമ്പുരാനല്ലേ. ഡോക്ടറിൽ നിന്ന് കേട്ട വാക്കുകൾ ബേബിയെ ആകെ മരവിപ്പിച്ച് കളഞ്ഞു എന്നതാണ് സത്യം. ഇത്രയും കാലവും എന്തിനും ഏതിനും മുൻപിൽ നിന്നിരുന്നയാളാണ് അപ്പച്ചൻ. ആ അപ്പച്ചൻ വളരെ പെട്ടെന്ന് തങ്ങളിൽ നിന്ന് മറഞ്ഞു പോകും എന്ന് കേൾക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു വിഷമാവസ്ഥ അത് അനുഭവിച്ചവനേ മനസ്സിലാകുകയുള്ളൂ. എത്ര കണ്ട് പറഞ്ഞു കൊടുത്താലും മറ്റൊരാൾക്ക് അത് അത്രയും മനസ്സിലാവില്ല. അതാണ് ആ സാഹചര്യത്തിൻ്റെ പ്രത്യേകത. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ മരവിച്ചിരുന്നത് കൊണ്ട് കാര്യമുണ്ടോ? ഡോക്ടർക്ക് തങ്ങളോട് വെറുതെ പറയേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിലുള്ളത് തന്നെ ആയിരിക്കും. പക്ഷെ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ തങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ യാതൊരു രൂപവുമില്ല. എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക എന്നതിനെക്കുറിച്ച് യാതൊരു രൂപവുമില്ലല്ലോ ഡോക്ടർ. ഞങ്ങൾ ചെയ്യേണ്ടതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആശയം പറഞ്ഞു തരാൻ കഴിയുമോ? അപ്പനെ ഇനി കൂടുതൽ വിഷമിപ്പിക്കാതിരിക്കണമല്ലോ. അങ്ങനെ അലംഘനീയമായ വിധിയുടെ ദിവസം വരെ സന്തോഷമായി കൊണ്ടുപോകണം എന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. അതിന് വേണ്ട കാര്യങ്ങൾ അല്പം നുണയാണെങ്കിലും ഡോക്ടർ തന്നെ പറഞ്ഞു കൊടുത്താൽ ഞങ്ങളത് വേണ്ടതുപോലെ ചെയ്തു കൊള്ളാം. ഡോക്ടർക്ക് ബേബിയുടെ വേദന ഏകദേശം മനസ്സിലാകും. അയാളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല രോഗികളുടെ ബന്ധുക്കളോടും ഇതേപോലെ പറയേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ വിവിധങ്ങളായ റിയാക്ഷനുകളും കണ്ടിട്ടുമുണ്ട്. ചിലരൊക്കെ ദേഷ്യപ്പെടും, കൂടുതൽ നല്ല ചികിത്സ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. മറ്റു ചിലർ ആർത്തലച്ച് കരയും, ചിലർ അലമുറയിടും. അങ്ങനെ പലരും. ബേബി ഈ ടൈപ്പിലൊന്നുമല്ല. അവൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു രൂപം കിട്ടാത്ത പ്രശ്നമേ ഉള്ളൂ. അത് തൽക്കാലം പറഞ്ഞു കൊടുക്കാം. അതനുസരിച്ച് അവൻ ചെയ്യും. നിങ്ങൾ ഇപ്പോൾ തൽക്കാലം കുട്ടിച്ചന് അസുഖമൊന്നും ഉണ്ട് എന്ന രീതിയിൽ പെരുമാറുകയേ വേണ്ട. സാധാരണ പോലെ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളട്ടെ, കുഴപ്പമൊന്നുമില്ല. എത്രയാണെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഡോക്ടർ ഗംഗാധരൻ ബേബിയെ ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് വീണ്ടും തുടർന്നു. ഞാൻ പറയാൻ കാരണം, ഇനി ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും വാരിയെല്ലുകൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആകും. ഇവിടെ നിന്നും പുറം മൊത്തം കവർ ചെയ്യുന്ന ഒരു പ്രത്യേകതരം ബെൽറ്റ് തന്നുവിടും. അത് മുടക്കമില്ലാതെ അപ്പച്ചനെ ധരിപ്പിക്കണം. കിടക്കുന്ന സമയത്ത് പോലും അത് ധരിക്കണം. അതിനപ്പച്ചൻ സമ്മതിക്കുമോ എന്നതാണ് വലിയൊരു പ്രശ്നം. കിടക്കുന്ന സമയത്ത് വളരെ ഫ്രീ ആയി കിടക്കണം എന്നാണ് അപ്പച്ചൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു ഷർട്ട് പോലും ഇട്ടുകൊണ്ട് കിടക്കാൻ സമ്മതിക്കില്ല. പക്ഷേ പൊട്ടലുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ പെട്ടെന്നായി പോകും. ബെൽറ്റ് ധരിച്ചാൽ പുറം വേദന കുറയും എന്നേ ഞാൻ അപ്പച്ചനോട് പറയുകയുള്ളൂ. അത് അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങളും പറയുന്നത്. പിന്നെ കൊടുക്കുന്നത് വേദന സംഹാരി മരുന്നുകളാണ്. അത് കൃത്യസമയത്ത് തന്നെ കൊടുക്കണം. അത് കഴിച്ചാൽ രോഗം ഭേദമാകും എന്നാണ് ഞാൻ അപ്പച്ചനോട് പറയാൻ പോകുന്നത്. അപ്പോൾ അപ്പനോട് ഡോക്ടർ പറയുന്നത് നുണ തന്നെയാണ്. യഥാർത്ഥത്തിലുള്ള കാര്യം പറയാൻ ഡോക്ടർക്കും ഭയമാണ് എന്ന് തോന്നുന്നു. ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസവും മുഖത്തുണ്ടാകരുത്. കൂടെയുള്ള ജ്യേഷ്ഠനോട് പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് വിവരം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി. പിന്നെ മറ്റെവിടെ ചികിത്സയ്ക്ക് കൊണ്ടുപോയാലും കാര്യമില്ല കേട്ടോ. 4-ാം സ്റ്റേജിലെത്തിയ ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്യുക പോലും ചെയ്യില്ല. അപ്പോൾ തന്നെ പറഞ്ഞു വിടുകയേ ഉള്ളൂ. ഇത്രയുമാണ് എനിക്ക് ബേബിയോട് പറയാനുള്ളത്. ബാക്കി ഞാൻ കുട്ടിച്ചനോട് പറഞ്ഞുകൊള്ളാം. ബേബിയോട് പറഞ്ഞതുപോലെയുള്ള നിർദ്ദേശങ്ങളെല്ലാം കുട്ടിച്ചനും കൊടുത്തു. ബെൽറ്റിൻ്റെ കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ച് സ്റ്റോറിൽ നിന്നും ബെൽറ്റ് കൊണ്ടുവന്ന് ധരിക്കുന്ന രീതി കാണിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഡോക്ടർ ഗംഗാധരൻ അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്.
വീട്ടിൽ വന്നതിന് ശേഷം ബെൽറ്റ് ധരിപ്പിക്കുന്ന രീതി മാത്രമേ അമ്മയോട് പ്രത്യേകമായി പറഞ്ഞുള്ളൂ. അതുകൊണ്ട് വേദന കുറയുമെന്ന് പറഞ്ഞു. ഇനി പുറത്തൊന്നും ഒരു തരത്തിലും ബലം കൊടുക്കരുതെന്നും പ്രത്യേകമായി നിഷ്കർഷിച്ചതിന് ശേഷം ജോസിനെയും കൂട്ടി ഒരു സ്ഥലം വരെ പോകുന്നതായി പറഞ്ഞ് ബേബി പോയി. എവിടേക്കാണ് ഇപ്പോൾ തന്നെ പോകുന്നത്? നിനക്ക് നിൻ്റെ ഇഞ്ചി കൃഷി നോക്കാഞ്ഞിട്ടുള്ള തിരക്കാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ എന്തിനാ ജോസിനെ കൊണ്ടുപോകുന്നത്? അവന് കൃഷിയിൽ കാര്യമായ താല്പര്യമൊന്നുമില്ലല്ലോ. ഇന്നെന്തായാലും ഞാനും കൂടെ പോകട്ടെ. എന്നോട് എന്തോ പറയാനുണ്ടെന്ന് ബേബി പറഞ്ഞു. എന്താണെന്നറിയില്ല. സമയം വൈകിയില്ല. ഇപ്പോൾ ഞങ്ങൾ തന്നെ പോയിട്ട് വേഗം വന്നേക്കാം. അന്ന് ഇഞ്ചി കൃഷി സ്ഥലത്തേക്ക് നടന്ന സമയത്തിനുള്ളിൽ ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞ മുഴുവൻ വിവരങ്ങളും ബേബി ജോസിനോട് പറഞ്ഞു. ബേബി, നീ ഇതെങ്ങനെ കേട്ട് സഹിച്ചിരുന്നടാ? എനിക്കാണെങ്കിൽ പറ്റില്ല. എന്നിട്ട് അപ്പൻ്റെ മുമ്പിൽ ഒരു തരം അഭിനയവും. യാതൊരു കുഴപ്പവുമില്ല, അസുഖങ്ങളൊന്നുമില്ല, ബെൽറ്റ് മാത്രം ഇട്ടാൽ മതി എന്നൊക്കെ. എന്തായാലും ഇത് നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടനും അത് സാധിക്കണം. ആരോടും പറയാതിരിക്കാൻ ചേട്ടനോട് മാത്രം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വിവരം ഇപ്പോൾ അറിയിച്ചത്. വീട്ടിൽ ചെന്ന് അമ്മച്ചിയോടും അപ്പച്ചനോടും ഒരു കാരണവശാലും ഇക്കാര്യം മിണ്ടിയേക്കരുത്. അവിടെ ചെല്ലുമ്പോൾ ഒരു ഭാവവ്യത്യാസവും കാണിക്കുക പോലും ചെയ്യരുത്. ചേട്ടത്തിയോ പിള്ളേരോ ഒന്നും അറിയാൻ പാടില്ല. ഇഞ്ചിപ്പറമ്പ് വരെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ കാര്യമായ കൃഷിയെപ്പറ്റി ഒന്നും നോക്കാൻ നിന്നില്ല. അതിനൊന്നും പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ബേബി. അതുകൊണ്ട് അവർ പോയതുപോലെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അവർ വന്നപ്പോഴേക്കും അപ്പൻ കുളിയൊക്കെ കഴിഞ്ഞ് ബെൽറ്റ് ധരിച്ച് സുന്ദരനായി കിടന്നിരുന്നു. അവർ രണ്ടുപേരും കൂടി അകത്ത് വരുമ്പോഴേക്കും അപ്പൻ ഉറങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ വിളിച്ചെഴുന്നേൽപ്പിക്കണ്ട എന്ന് തീരുമാനിച്ച് അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതിനടുത്ത ദിവസം തന്നെ ബേബി തൻ്റെ ഒരു സുഹൃത്തു വഴി കുര്യനോട് അപ്പച്ചന് സുഖമില്ല എന്ന വിവരം മാത്രം അറിയിച്ചു. ആശുപത്രിയിൽ പോയി പരിശോധന നടത്തി മരുന്ന് കഴിച്ചിരിക്കുകയാണ്. കത്രീന അമ്മയോട് സമയമുണ്ടെങ്കിൽ ഇവിടെ വരെ വരാൻ അപ്പൻ പറഞ്ഞു എന്ന് പറയാനാണ് പറഞ്ഞത്. കുര്യന് കിട്ടിയ വിവരം അപ്പോൾ തന്നെ സിറ്റിയിൽ വെച്ച് അവതയെ കണ്ടപ്പോൾ അയാളോട് പറഞ്ഞു. ആശുപത്രിയിൽ പോയി പരിശോധന നടത്തി മരുന്ന് കഴിച്ചിരിക്കുകയാണ്. കത്രീന അമ്മയോട് സമയമുണ്ടെങ്കിൽ ഇവിടെ വരെ വരാൻ അപ്പൻ പറഞ്ഞു എന്ന് പറയാനാണ് പറഞ്ഞത്. എന്നാ പറ്റിയെന്ന് വല്ലതും പറഞ്ഞോ? നല്ല കരിവീട്ടി പോലത്തെ മനുഷ്യനായിരുന്നല്ലോ. അത്ര എളുപ്പത്തിലൊന്നും ഒരു തരത്തിലുള്ള അസുഖവും വരാൻ സാധ്യതയില്ല. അതുപോലെ ആ ആരോഗ്യവും തീറ്റയും, അതുപോലെ തന്നെ പണിയും. അന്ന് കാട്ടുപന്നിയെ കിട്ടിയ അന്ന് ഞാൻ കണ്ടതാ. അസുഖം എന്നതാണെന്ന് അവനും പറഞ്ഞില്ല. ഇന്നോ ഇന്നലെയോ ബേബിയും ജോസും കുട്ടിച്ചനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങി തിരിച്ചു വന്നു. വൈകുന്നേരമായപ്പോൾ കത്രീനാമ്മയെ കാണണം എന്ന് കുട്ടിച്ചൻ പറഞ്ഞു എന്നാണ് ബേബി പറഞ്ഞയച്ചത്. കൂടുതൽ വിവരമൊന്നും എനിക്കറിയില്ല. ഏതായാലും വലിയ മഴയില്ലാത്ത സമയമാണെങ്കിൽ പോലും തിരക്ക് പണി തുടങ്ങിയില്ലല്ലോ. ഒന്ന് പോയി വാടാ. കൊച്ചിനെ വല്യപ്പനൊന്ന് കൂടെ കാണുകയും ചെയ്യാമല്ലോ. കാണാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞ സ്ഥിതിക്ക് പോകണമല്ലോ. അത് നമ്മുടെ കടമയല്ലേ. നോക്കട്ടെ, 2-3 ദിവസത്തെ പണി കൂടിയുണ്ട്. അത് തീർത്തിട്ട് ശനിയാഴ്ചയോടുകൂടി പോകാം. ഇന്ന് ബുധനാഴ്ചയല്ലേ. നാളെയും മറ്റന്നാളും കൂടി എടുത്താൽ ഇപ്പോൾ ഏറ്റിരിക്കുന്ന പണി തീരും. അത് കഴിഞ്ഞുള്ള പണി തുടങ്ങണമെങ്കിൽ മിക്കവാറും അടുത്ത ചൊവ്വാഴ്ചയാകും. അതിനിടയ്ക്ക് കുറച്ച് ദിവസം ലീവ് കിട്ടും. ആ ദിവസം കൊണ്ട് വീട്ടിൽ പോയി വരാം. അവതച്ചൻ വീട്ടിൽ ചെന്ന് കത്രീനാമ്മയോട് വിവരം പറഞ്ഞു. കേട്ടപ്പോൾ തന്നെ അവൾ കരയാൻ തുടങ്ങി. എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചാൽ യാതൊന്നും പറയുകയില്ല. അപ്പോൾ തന്നെ പോയി അപ്പനെ കാണണമെന്ന് വാശി പിടിക്കും. അപ്പോൾ അവളെ കണ്ടു കഴിഞ്ഞാൽ അനു ആണോ മൂത്തത് അതോ കത്രീനാമ്മയാണോ മൂത്തത് എന്ന് സംശയം തോന്നിപ്പോകും. അത്രയ്ക്കും വാശിയാണ് അവൾക്ക്. ഒരേപോലുള്ള കരച്ചിലും. അതിനെൻ്റെ കത്രീനാമ്മയെ കുട്ടിച്ചൻ ചേട്ടന് കാര്യമായ കുഴപ്പമൊന്നും ഇല്ലല്ലോ. മരുന്ന് വാങ്ങാൻ പോയി എന്നേ ഉള്ളൂ. പോയി വന്ന വഴിക്ക് കുര്യൻ്റെ കൂട്ടുകാരനെ കണ്ടപ്പോൾ നിന്നെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം പറഞ്ഞു എന്ന് മാത്രം. അതിനത്രയും പ്രാധാന്യമേ കൊടുക്കേണ്ടതുള്ളൂ. എനിക്ക് അത്യാവശ്യമായി തീർക്കേണ്ട 2 ദിവസത്തെ പണിയുണ്ട്. നമുക്ക് മറ്റന്നാൾ വൈകുന്നേരമോ ശനിയാഴ്ച രാവിലെയോ ഇവിടുന്ന് പോകാമെടി. അതുവരെ നീ ഒന്ന് അടങ്ങി നിൽക്ക് പെണ്ണേ. എനിക്ക് അപ്പനെ കാണാതെ ഇനി ഒരു സമാധാനവും വരില്ല. മര്യാദയ്ക്ക് ഉറങ്ങാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ദിവസം തന്നെ പോയാൽ മതി. ഞാൻ എന്തായാലും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തേക്കാം. മഴ ഭാഗികമായി കുറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. ഇടയ്ക്കെങ്ങും കാര്യമായ വെള്ളപ്പൊക്കവുമില്ല. കടന്നു പോകേണ്ട വഴിയിലെ പല പുഴകളും സാധാരണ നിലയിൽ തന്നെ ആയതുകൊണ്ട്
ജീപ്പ് സർവീസ് വീണ്ടും ആരംഭിച്ചിരുന്നു. ശനിയാഴ്ച രാവിലെ പുറപ്പെടാമെന്നുള്ള തീരുമാനം വന്നതുകൊണ്ട് തലേ ദിവസം തന്നെ ജീപ്പുകാരനോട് വിവരം പറഞ്ഞു വച്ചിട്ടാണ് അവത വീട്ടിലേക്ക് പോകുന്നത്. ശനിയാഴ്ച രാവിലെ തന്നെ ആനക്കയത്തു നിന്നും പുറപ്പെട്ട ജീപ്പിൽ കുട്ടിച്ചനെ കാണാൻ വേണ്ടി അവതയും കത്രീനാമ്മയും അനുവും കൂടി നിരത്തുംതട്ടിലേക്ക് പുറപ്പെട്ടു. നോവലിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ തരാം കേട്ടോ. സാധാരണ പോലെ തന്നെ 2:30-ക്ക്. പിന്നെ എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് സഹായം ചെയ്യണേ.